ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പിടി ഉണ്ടാക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം ഞാൻ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ജീരകം 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. 1/2 കപ്പ് തേങ്ങ തിരുമ്മിയത് ഇട്ട് കൊടുത്തു. തേങ്ങ എത്ര ചേർത്താലും ടേസ്റ്റാണ്. വെള്ളം എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ അതിനകത്തേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ടു. പിന്നെ കറിവേപ്പില അരിഞ്ഞതും പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി അരിപ്പൊടിയും വെള്ളം എടുത്ത അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇതുവരെ ഞാൻ തീ കത്തിച്ച് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി കെട്ടണം. നമുക്ക് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടിക്ക് കട്ട പിടിക്കും. അപ്പോൾ ഇതൊന്ന് കുറുകി വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, ഇപ്പോഴിത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവമായിട്ടുണ്ട്. നമ്മുടെ പാൻ നന്നായിട്ട് ക്ലീൻ ആവും, അതുപോലെ ആയി കിട്ടണം. എൻ്റെ മാവ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ഇത് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം. അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് അടച്ചു വെച്ചു. ഇതൊന്ന് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് ഒരു മയം വരുത്തണം. അതിന് വേണ്ടിയിട്ട് ഞാനൊന്നുകൂടെ ഒന്ന് കുഴയ്ക്കുകയാണ്. കയ്യിൽ അല്പം വെള്ളം തൊട്ടിട്ട് ഒന്ന് നമുക്കിതൊന്ന് ഷേപ്പാക്കി എടുക്കണം. ഒന്ന് ഉരുട്ടിയാൽ മതി. ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുകയാണ്. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ നല്ലതാണിത്. അതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. കുട്ടികൾക്കിവിടെ 6:30 സ്കൂൾ ബസ് വരും. അതുകൊണ്ട് ഞാനിത് നേരത്തെ തയ്യാറാക്കി വെക്കുകയാണ്. അല്ല, ഉരുട്ടി റെഡിയാക്കി വെക്കത്തേ ഉള്ളൂ. ബാക്കി പരിപാടി ചെയ്യുന്നത് രാവിലെയാണ്. ഇപ്പോഴിതെല്ലാം ഉരുട്ടി കഴിയാറായി. ഇനി ഞാനിത് 2 പാക്കുകളാക്കിയിട്ടുണ്ട്. ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. രാവിലെ ഞാനതൊന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കഴിയും. ഇത് നമുക്കൊന്ന് വെന്തോന്ന് നോക്കാം. ഒരു ഫോർക്ക് കൊണ്ട് കുത്തി നോക്കി. ഒട്ടും പറ്റി പഠിച്ചിട്ടില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കനോല ഓയിലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത്. അതിൻ്റെ കൂടെ ഒരു 50 ഗ്രാം ബട്ടറും കൂടെ ഇട്ടു. ഇതൊന്ന് ഉരുകി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടു. 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ടു. ഇതൊന്ന് മൂത്ത് കിട്ടണം. ഉഴുന്നുപരിപ്പ് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് സവാള, കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 വറ്റൽമുളക് ഇത്രയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ മുളക് പൊടിയും കൂടെ ചേർക്കാം. ഞാൻ കുട്ടികൾക്കായതുകൊണ്ട് മുളക് പൊടിയും കൂടെ ഇടുന്നില്ല. അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും കൂടെ ഇട്ടിട്ടുണ്ട്. അതും അതിൻ്റെ കൂടെ തന്നെ മൂത്ത് കിട്ടും. ഇപ്പോഴിതെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് വെന്തിരിക്കുന്ന പിടി ചേർത്ത് കൊടുക്കാം. പിടിയെല്ലാം അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ രുചികരമായ പിടി റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.